തീവ്ര നിലപാട് വരാനുള്ള സാധ്യതകൾ കുറവാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ പിന്നെ പഞ്ചാബിയാണ്, പിന്നെ സിഖുകാരിയാണെന്നാണ് കരുതുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണുള്ളത്. അപ്പോൾ തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയം ഉണ്ടാവില്ല എന്ന് വേണം കരുതാനായിട്ട്. പക്ഷേ എങ്കിൽ പോലും പിന്നെ ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ ഈ യഹൂദ സംഘടനകളും ശക്തമായിട്ട് തന്നെ അദ്ദേഹത്തിനെതിരെ രംഗത്തുണ്ട്. ഇന്നിപ്പം പ്രസിഡന്റ് ട്രംപ് ശക്തമായി അദ്ദേഹത്തിന്റെ പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നു. ഈ ലണ്ടൻ മേയർ പാകിസ്ഥാനിൽ നിന്ന് വന്ന സാദിഖ് ഖാൻ, അദ്ദേഹവും മുസ്ലിമാണ്, 10 വർഷത്തോളമായി അവിടെ മേയറായിട്ട്. അദ്ദേഹം മേയറാകുമ്പോഴും ഈ ട്രംപ് അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങളൊക്കെ പറയുകയുണ്ടായി. ഇപ്പം മാംദാനിക്കെതിരെ അതിശക്തമായ ആക്ഷേപങ്ങളുമായിട്ട് ട്രംപ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം 100% കമ്മ്യൂണിസ്റ്റ് പ്രാന്തനാണ്, കമ്മ്യൂണിസ്റ്റ് വട്ടനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100% കമ്മ്യൂണിസ്റ്റ് ലുണാറ്റിക്. അത് ആ തരത്തിലേക്ക് അങ്ങനെയുള്ളവരെ ജയിപ്പിക്കുന്ന തരത്തിലേക്ക് ഡെമോക്രാറ്റിക് പാർട്ടി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ കണ്ടാൽ ലുക്സ് ടെറിബിൾ, കണ്ടാൽ ഭീകരം, കണ്ടാൽ ഒരു രീതിയിലാണെന്നുള്ള രീതിയിൽ ആ രീതിയിൽ പറയുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം AOC+3 ആണ്. അതായത് ഈ ഇടതുപക്ഷം, തീവ്ര ഇടതുപക്ഷത്തിൽ ഇപ്പം AOC ഉണ്ട്, കോൺഗ്രസിലെ AOC ഉണ്ട്, ഇൽഹൻ ഉമറുണ്ട്. അപ്പം ഇങ്ങനെ അടുത്തയാള്, മൂന്നാമത്തെ ആൾ എന്നുള്ള രീതിയിലായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മാംദാനിക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണവുമായിട്ടാണ് ഇത് പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പം പ്രസിഡന്റും ക്യൂൻസിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം ജനിച്ചു വളർന്നത് ക്യൂൻസിലാണ്. ക്യൂൻസുകാരനാണ് ഈ മാംദാനിയും. അവിടുത്തെ അസംബ്ലി മെമ്പറാണ്, 2 തവണ വിജയിച്ച്, ഇതിപ്പം മൂന്നാം തവണ അസംബ്ലി മെമ്പറായതാണ്. അപ്പം ക്യൂൻസുകാരാണ് രണ്ടുപേരും എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു കാര്യം. പക്ഷേ മാംദാനി ജനിച്ചത് ഉഗാണ്ടയിലാണെന്ന് മാത്രം. 5 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ ഒരു ഫാൾ ഔട്ടായിട്ട് പറയുന്നത്, ഇപ്പം ഇടതുപക്ഷം, തീവ്ര ഇടതുപക്ഷത്തിന് ഇത്ര വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞുവെങ്കിൽ, അതായത് ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളെക്കാൾ വലിയ ബജറ്റുള്ളൊരു നഗരമാണ് ന്യൂയോർക്ക് സിറ്റി. അത്രയും ബജറ്റ് പല വലിയ രാജ്യങ്ങൾക്കും ഇത്രയും ബജറ്റ് ഇല്ല. അപ്പോൾ അത്രയും സമ്പന്നമായ അത്രയും വലിയൊരു നഗരത്തിൻ്റെ അധിപനായിട്ട് ഒരു ഇടതുപക്ഷക്കാരന്, തീവ്ര ഇടതുപക്ഷക്കാരന് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക്, 31 വയസ്സുള്ള ആൾക്ക് കഴിഞ്ഞുവെങ്കിൽ, ഈ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ AOCക്ക് അലക്സാൻഡ്രിയ ഒക്കേഷ്യ കോർട്ടസ് അവർക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉണർന്നിരിക്കുന്നത്.